ഗായ്സ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മള് കസിൻസ് ആയിട്ട് എന്താന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ പറയണു, ഒരു 4 വർഷത്തെ പ്ലാനിങ് ആണിത്. 4 വർഷമായി. അപ്പൊ തന്നെ ഒരുത്തൻ ദുബായിക്ക് പോയി. 4 വർഷത്തിന് മേലായില്ലേ? 4 വർഷത്തിന് മേലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനുകൾ ഇട്ടിട്ട് ഒരുപാട് നാളായി. അപ്പൊ നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. കസിൻസ് ആയിട്ട് പ്ലാനായിരുന്നു, ഒന്നും നടന്നിട്ടില്ല. അപ്പോ ദുബായിൽ നമ്മുടെ അപ്പല് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നാളായി എത്തിയിട്ട്. അപ്പൊ ഈ അടുത്ത് തന്നെ പോകും. നോമ്പിന് മുന്നേ അവന് കയറണം. അപ്പൊ അതിന് മുമ്പ് എന്തായാലും ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ നിലവില് മീശപ്പുലിമല പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ട്രെക്കിംഗ് ഒന്നും നമുക്ക് സ്ലോട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളത് മാറ്റി വട്ടവടക്ക് ആക്കി. അപ്പൊ നമ്മ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോ അതേ കാർ നമ്മൾ എടുത്തിട്ടുണ്ട്, സ്കോഡ് എടുത്തിട്ടുണ്ട്. സ്കോഡൊക്കെയാണ് പോണത്. നേരെ ആഷിയുടെ വീട്ടിൽ പോണോ, അവിടെ എല്ലാവരും കാത്തിക്കുന്നുണ്ട്. ക്യാമറമാൻ നമ്മുടെ ശ്യാം കാക്കയാണ്. അപ്പൊ ഇൻഷാ അല്ലാ നമ്മള് വട്ടവടയത്തെ യാത്രകളിലും എന്താ പറയാ എക്സ്പീരിയൻസും തേങ്ങയിലുണ്ടാവും, ചിരിക്കാനുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇല്ല, നമ്മ നല്ല കുട്ടികളായിട്ട് നല്ല രീതിയിൽ പോയി വരുന്നു. അതെ, ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടാ, കുറെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് എന്തായാലും ആഷിയുടെ വീട്ടിലോട്ട് പോയിട്ട് ബൈ. നമുക്ക് പോണ്ടേ? സിബിനെ അരി മേടിക്കാൻ പോണോ? ഷൂ മാത്രം പെട്ടിയിലെടുത്താണ്. കണ്ടാ, പുതിയ ഷൂ ആണ്. പുതിയ ഷൂ, സോക്സ് ഒക്കെ കാണിക്കല്ലേ? സോക്സ് പുതിയത് കാണും. അപ്പലേ എന്താ പാട്? നമ്മള് പോവല്ലേ? ഇങ്ങനെ വരാം, ഞാൻ വരാം. ഇനി വണ്ടി എടുക്കണ്ട. എവിടെ വണ്ടി എടുക്കണ? സാധനങ്ങളുണ്ടല്ലോ, സഞ്ചിയൊക്കെ ആയിട്ട്. ഇവനെ കാത്തിന്നിട്ടാണ് നമ്മുടെ 4 വർഷം പോയത്. ഇവന്റെ പ്ലാൻ ചെയ്യുമ്പോ ഇവൻ മുങ്ങും. ഇത്ര പേരിങ്ങനെ ഊണായിട്ടിരിക്കുമ്പോ റൊമാൻറ്റിക് ആയിട്ടിരിക്കണ്. കള്ളൻ ഉമ്മൻ ചോദിക്കണ്, ഉമ്മ അങ്ങാട്ടും ഉമ്മ ഇങ്ങാട്ട്. നീ കൊടുക്കടാ. വെള്ളം മേടിച്ചു വരുന്ന സിറ്റി ചീറ്റോസൊക്കെ മേടിച്ചെന്താ? ചീറ്റോസ് ലൈസ് എന്തെങ്കിലും മേടിക്കണ? വെറുതെ തിന്നിരിക്കാല. മാറിക്കൊടുക്കടാ, ചെറുക്കന് വയ്യല്ല. എന്താണപ്പല്ലേ? ഏയ് അത് ശോകല്ലേ? അങ്ങനെയാണോ? ലിച്ചിക്ക് വല്ലൂട് കളഞ്ഞോ? ലിച്ചറിനെ മേടിച്ചോളൂ. ബാക്കിയൊന്ന പൈസക്ക് മേടിച്ചാണ് ലിച്ചി. നീ വണ്ടി ഓടിക്കണ തന്നെയാണോ? തിന്നിട്ടില്ല. ഇടത്തേക്ക് മിണ്ടാതിരിക്കണ നല്ലത്. വെള്ളി വീണുണ്ട്. എല്ലാവരും സിബിന്റെ വ്ളോഗ് റാസിക്കിന്റെ എന്റെ വീടാറില്ല. നമ്മിപ്പ ഇവിടെ മൂന്നാറ് വഴി വട്ടവട. ഞാൻ പറയാല, മൂന്നാറിന് അറിയാണ്ട് വന്നാണ്. എന്താണ് മൂന്നാറ്? അത് വേറെന്തോ പറഞ്ഞു. അതെ അതെ. പക്ഷെ ഇനി എനിക്കങ്ങനെ വെള്ളി വീഴൂല. നമ്മിപ്പോ മൂന്നാറ് വഴിയാണ് പോണത്. പെട്രോൾ ഇത്രണ്ട് ഫുൾ അടിക്കാന്ന് വിചാരിച്ചു. ഇത് ഈ ഒരു സാധനം അങ്ങനെ ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് പറ്റിക്കാം. തീർന്നു കായ്. കണ്ട ഇവൻ ട്രിപ്പി കൂട്ടരുത്. കുറുകാണ്. കുറുക ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കുറുനരിയാണോ? കുക്കണാവേ അത് പറ്റൂല. കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും കൂടി വണ്ടിയിൽ പോകുന്ന നേരത്തെ ഫോണോട് വെച്ചേക്കണായിരുന്നു. അപ്പൊ അവള് മെസ്സേജ് അയച്ചേക്കണു, സുട്ടുമണി. സുട്ടുമണിയാണ് അപ്പലെവിടെ? സുട്ടുമണി 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 ഗായ്സ്. അങ്ങനെ എവിടെയോ എത്തിയിരിക്കുന്നു.
കുഴപ്പമില്ലാത്ത റേറ്റ് അല്ലേ? ഇതാരാണ് അതിന്റെ ഉള്ളിൽ കാണിച്ചടാ, അജുനെ കാണിച്ചടാ. അജു ഒരു ഹായ് പറഞ്ഞു. അജു രസല്ലേ കാണില്ലല്ലോ. അപ്പൊ ഗായ്സ് ഒരു ചായ ഒക്കെ അടിച്ചിട്ട് വരും. ചായ പാസ്സാക്കിട്ട് ഒരു അയവ നല്ല കാറ്റ്. തലശ്ശേരി ദോശ ഹട്ട്. കമോൺ ഗായ്സ് പോയിട്ട് വരാം. എന്താണ് പറയണ? എടാ ഇത് ഒരു 5 കിലോമീറ്റർ പോലും ആയില്ല, അപ്പൊ തന്നെ മാറി കൊടുക്കണം. എന്താ പറഞ്ഞത്? ഒരു സ്റ്റോപ്പ് നീ അങ്ങനെ പറഞ്ഞില്ല, നീയാണ് പറഞ്ഞത്. അയ്യേ സത്യം നല്ല പ്രായം ഉണ്ടല്ലോ. സത്യം കെട്ടാ പ്രായല്ല കെട്ടിച്ച അതവളുടെ ബാപ്പ സമ്മതിക്കണ്ടേ? ഫായറ്റയില് സെറ്റാക്കി തരാ. തണുപ്പത്ത് നമ്മള് തണുപ്പത്ത് പറ്റിയ സാധനമാണ് കട്ടൻ കാപ്പി. ഇത് എവിടെയാണിത്? ഇത് അടിമാലിക്ക് പോണതിന് മുമ്പേ ഉള്ള മുനമ്പാ വെള്ളച്ചാട്ടം. വിട്ടേക്ക്, നമ്മളെ വിട്ടേക്ക്. ഞാൻ ആദ്യമായിട്ടാ. അപ്പല ഉറക്കം വരണ്ട. അപ്പൊ കൂട്ടായിട്ട് ആരാണ്? ചെക്ക വെറുതെ ഇട്ടാണ്. ഉറങ്ങാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാണ് അല്ലേ? ഉറങ്ങാൻ പറ്റണ്ട? ഉറങ്ങാൻ പറ്റൂലല്ലോ, ചവിട്ടേനിപ്പിക്കും. ഇവിടെ അങ്ങടെ ഇറക്കും, വണ്ടി നിർത്തും, അവിടെ നിർത്തും. വണ്ടി പോണ അറിയാതെ അതെ, വിമാനം ഉള്ളവൻ ഓടിക്കുന്നത്. അറിയൂടിയില്ല. ആന പോണ വഴിയിലൊക്കെ ആനത്താര ആന ഉണ്ടാവോ? പക്ഷെ നമുക്ക് ഇവിടെ വന്ന എന്തായാലും ഒരാനെങ്കിലും കാണണം. സൂപ്പറായിരിക്കും. പൊട്ട അടുക്കുന്നത് ഇവിടെ ഒരു ആന വന്നിക്കാണ്. നീ എന്ത് ചെയ്യും? ആനടുത്ത് ഡിക്കിയിലിട്ടാല മിണ്ടാണ്ടിരിക്ക, ലൈറ്റ് ഓഫ് ചെയ്യാ. അതന്നെ, ആനത് ഇവിടെ ഒന്ന് കണ്ണു വെച്ചിട്ട് പാറയാണ് വിചാരിച്ച് വണ്ടിയുടെ മേളിൽ കയറും. ആള് 2 തട്ട കേട്ടും. അപ്പോഴും നമ്മ മിണ്ടരുത്. തുള്ളിക്കൈ വെച്ചെന്തെങ്കിലും ഒരു പരിപാടി കാണിക്കണമെങ്കിൽ അപ്പൊ ഡാമിലോട്ട് നമ്മൾ കയറാണ്. എന്റെ അഭിപ്രായം എന്താണ്? ഞാൻ ഒരു കാര്യം, ഒരു വണ്ടിയും കൂടി വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. മിണ്ടാണ്ടിരിക്കല്ലേ. എനിക്ക് പേടിയായിട്ടല്ല, പുതിയ വണ്ടിയല്ലേ. പേടിയായിട്ടല്ല, ചെറിയൊരു ഭയം. അല്ലടാ അതിന്റെ ഫ്രണ്ടിൽ കണ്ടേ നേരെ റിവേഴ്സ് എടുത്തു. ഒന്ന് നോക്കാം. ഊതിയേ, ഒന്നുകൂടി ഊതിയേ, ഒന്നുകൂടി ഊതിയേ. ഇല്ലടാ ഇനി ചൂട് വരാ. എന്താണ് അവന് വയ്യേ? പിന്നെ ഇവിടെ ചൂടാണ് ഇട്ടത്. ഇപ്പൊ ഫുഡി വേണോ തുറന്ന്? ഒരു രക്ഷയില്ല, നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇങ്ങനെ ഞാൻ മണാലിക്ക് ഇങ്ങനെ പോകുന്ന കൈ വിറക്കണം പിടിച്ച്. എന്റെ നീ ഗൈസ് നമുക്കൊരു ചായ കുടിക്കാൻ നിന്റെ കുട്ടി ഒഴിവാക്കിയ പയ്യനാണ്. എങ്ങനെയുണ്ട്? പൊളി, ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല ക്ലൈമറ്റ്. ഓക്കേ എന്തൊക്കെ പോയി തോന്നുന്നു, ഡ്രൈ ആയി. എന്താടാ നിനക്കത് വയ്യേ? ഇവരെന്താ വയ്യേ?
റെഡിയായി നല്ല അടുത്ത ലൊക്കേഷൻ എടുത്ത് നമ്മളല്ലേ അങ്ങനെ നിലവിലിത് മൂന്നാറ് നമ്മൾ എത്തിയിരിക്കുന്നു. നല്ല വ്യൂ ആണ്. നമ്മൾ ഫോണിൽ അങ്ങനെ അത്ര സുമാറാവണില്ല. അപ്പൊ ഗായ്സ് ഇതൊന്നും എടുക്കാൻ പറ്റൂല. ഇത് പിടിച്ചതാ നോക്ക് നോക്കി എനിക്ക് ഇതിലും കാണാൻ പറ്റണ്ട. സൂം ചെയ്യണം എവിടെയാണ് ഇല്ലടാ. അയ്യോ ഇത് വ്ളോഗിൽ കിട്ടിയിട്ടുണ്ടാവൂല. എടാ അങ്ങാടേക്ക് ഇതിരുത്തേരാ ബ്രൈറ്റ് അടിച്ച അങ്ങാട്. അതല്ല അങ്ങാട് ഫ്രണ്ടിലേക്ക് ആക്കി. അങ്ങാട് ഫ്രണ്ടിലേക്ക് ഇട്ടേ. ഗ്ലാസ് ഒന്നും കേറ്റൂല. ഞാനിവിടെ വ്ളോഗ് എടുക്കുകയാണ്. അങ്ങനെ എടുത്തേ. അത് കേട്ടോ അത്രയും പോലട്ടാ. ബ്രൈറ്റ് അടിച്ചേ. ഡിമ്മും ബ്രൈറ്റ് അടിച്ചേ. ഗായ്സ് അങ്ങനെ ചെക്ക് പോസ്റ്റ് തുറന്നിട്ടുണ്ട് ഗായ്സ്. നമുക്ക് വണ്ടി എടുക്കാം. എന്താടാ അവന്മാരെ അടുത്തോട്ട് പിടിക്കാം. ഗായ്സ് ഇവിടെ പുലിനെ കണ്ട് ഒരു ബൊലേറോക്കാരൻ. അത് നോക്കാൻ കാണാൻ പറ്റുമോ? പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് പട്ടിക്കുഞ്ഞായിരുന്നു. കാര്യത്തിൽ പറഞ്ഞാണ് ഞാൻ നേരത്തെ കാട്ടുപോത്തിനെ കണ്ടില്ലേ? അതിന്റെ കൂടെ ഉണ്ടാവും കടിക്കാനായിട്ട്. എന്താണ് എണ്ണേ കാട്ടുപോത്തും പുലിയും കൂടി? എടാ പോർക്ക് പുലിക്ക് വിശപ്പുണ്ട്. ഇവിടെ മൃഗങ്ങള് കുറവാണ്. അത് പ്രശ്നമൊന്നുമില്ല. അത് പറയാൻ പറ്റൊന്നുമില്ല. തിമ്മീങ്കലം മറ്റേ കുരുവിനെ പ്രണയിച്ചല്ലേ? എന്താണ് എന്ത് തിമ്മീങ്കലം? അത് നിനക്ക് എങ്ങനെ അറിയാ? ഇവനെന്തറിയാ? മാളവികനെ പ്രേമിക്കാൻ അറിയാം. അതല്ലേ അറിയുള്ളൂ. ഏത് മാളവിക? മാളവിക നന്ദു നന്ദു ആനർക്കൊന്നും പറഞ്ഞു പേടിക്കണം. എന്തിനാണ് നമ്മുടെ കാറില്ലേ? അങ്ങനെയല്ലേ നീ പറഞ്ഞത് നേരത്തെ? ഞാൻ അതിന്റെ അല്ലേ പറഞ്ഞത്. ഇല്ല വണ്ടി ഫ്രണ്ടിൽ പോട്ടേന്ന്. അങ്ങനല്ല, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ഭാഗ്യം വേണ്ട. ചെലപ്പോ ആ നേരത്തെ വണ്ടിയിൽ ഓഫായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആവൂല. എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യും? ആലോചിക്ക്. ആന വന്ന് നിക്കാണ്. അങ്ങനെ വ്യൂ പോയിന്റിലോട്ട് നടക്കാണ്. കൂനായിരുട്ട് ഒരു അരമണിക്കൂറോളം നടക്കാനുണ്ട് തോന്നുന്നുണ്ട്. നോക്കാം ഗായ്സ്. അങ്ങനെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഒരു ചായ കുടിച്ച് കയറാന്ന് വിചാരിച്ച്. ചെണ്ടൊട്ടണം. പൂള് വേണ്ടേടാ അപ്പലെ. മധുരം കുറവേതാ കയ്യൊക്കെ മരവിച്ച്. ഇവിടുന്ന് ഒരു സാധനം പൊങ്ങി ഗായ്സ്. നമ്മളെ ഒരുപാട് പ്രാവശ്യം മൂന്നാറ് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം വന്ന് വെറുതെ പോയിട്ടുണ്ട്. ഈ ഒരു ടൈമില് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നിൽക്കണത്. എന്താ
1000 കൂടുതൽ പ്രാവശ്യം നമ്മൾ മൂന്നാറ് കൈവർക്കണ്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഈ ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് സൺറൈസ് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നത് കാണാം. പിന്നെ എന്തായാലും കാണാം. എന്തായാലും ചിക്കൻ പോയാ ചിക്കനാ വന്നു തുടങ്ങി ഗായ്സ്. സൺറൈസ് പറ്റോ? വരുമോ? തീർച്ചയായിട്ടും വരും. എടാ വരൂടവൻ. വരൂ. വന്നിരിക്കും. വരൂ. ടൻ ടടേൻ. ഷാർപ്പ് ടൈമിന്റെ ആളാണ്. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ്? മണ്ണിലൊക്കെ പോയിട്ട് അതില്ല അതില്ല. നമ്മളിങ്ങനെ വീട്ടിലൊന്നും കാര്യമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങണം. കാശൊന്നും നോക്കണ്ട. മണിയല്ല ഇത് പോട്ടെ. വന്ന സാധനം നമുക്ക് കിട്ടി. നമുക്കത് എന്തായാലും കാണണമെന്നുണ്ടായതാണ്. അതങ്ങോട്ട് കിട്ടി. കിട്ടൂല എന്നൊക്കെ വിചാരിച്ചാണ്. സാധനം കിട്ടി. അശി തോണ്ടടാ. ഒരു തോണ്ട് കൊണ്ടിയടാ. അശി തോണ്ടടാ. ചങ്കൂറ്റുണ്ടി തോണ്ടടാ. പേടിത്തൂറൻ. അപ്പൊ നമ്മള് ഒരു അണ്ണൻ സ്ട്രോബെറി ഫാം കാണിക്കാനായിട്ട് പോയാണ്. ഫ്രീ ആയിട്ടൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഗായ്സ്, അത് ശരിക്കും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഈ വ്ളോഗിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അലമ്പാണത്. ഇവന് പെട്ടിക്കാണ്. അങ്ങോട്ട് പോവാം. ഓക്കെ. പഴുത്താണത്. നല്ല പഴുത്തത് അതൊക്കെ. കഴിച്ചു നോക്കി. സൂപ്പറാണ്. ഉഷാറാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ വൈനും ജാമും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് ഗൈസ്. കുമ്മൂസ ഇഷാമക്കാക്കൊക്കെ കാലിയൊക്കെ വെച്ചിരിക്കുന്നു. നല്ല വിശപ്പുണ്ട്. ഇന്ത്യയിലേക്ക് അകത്തോട്ടാക്കട്ടെ. വടവടയില് വട വെട്ടട്ടെ. എന്നിട്ട് സ്റ്റേ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പോയി കാണണം. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സെറ്റാക്കും. അപ്പോ കാണാം. മര്യാദക്ക് കാണാം. ഒന്നുകൂടി ലാസ്റ്റ്. അപ്പൊ നമുക്ക് കാണാം. ഇല്ല അപ്പൊ നമുക്ക് കാണാം. അണ്ണേ എന്താ ഉള്ള? പുട്ട് ഇருக்கு, പൂരി ഇருக்கு, ദോശ. പൂരി മതി. കറി തന്നെ വേണം. കറി എണ്ണ ഇருக்கு, കടലക്കറി ഇருக்கு, പീസ് കടല இருக்கு, சாம்பார் இருக்கு. பீஸ் கடலை அதுக்குள்ள என்ன இருக்கு? பீஃப் இருக்கா? இல்ல கிடையாது. பீஃப் இருக்காது, ഞണ്ട് இருக்கு. கோமாதா பீஃப் கிடையாது. അണ്ണേ എനിക്കെന്താ പറഞ്ഞേക്കണേ? അതന്നെയല്ലേ? ദോശ എനിക്ക് ഇഷ്ടല്ല ബ്രോ. എന്താ പുട്ടോ? പുട്ട് എനിക്ക് ഇഷ്ടല്ല. അവന് പുട്ട് വേണ്ട. അവൻ റൂമിൽ പോയിട്ട് പുട്ട് കുത്താൻ പോണതാ. കൂട്ടി ഒരടി. അപ്പൊ കഴിക്കട്ടെ കേട്ടോ കാര്യം. പറഞ്ഞോ റൂമിൽ പോവാല. അതല്ല മോന്റെ ആവശ്യം എന്താണ്? ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? കാറെടുത്ത് ഫുഡ് കഴിച്ചില്ലേ? വേറെ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
ഇല്ല ഓക്കെ. ഫൈനലി ഞങ്ങള് സ്റ്റേ സെറ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു അരുവി ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഓക്കെ ഞാൻ പേയ്മെന്റ് ചെയ്തിട്ട് വരാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഉഷാർ പരിപാടി ആയിട്ടുണ്ട്. ചെറിയൊരു അരുവി ഉണ്ട്, നല്ല അട്ടയുണ്ടാവും, നല്ല സൂപ്പർ അട്ട. അട്ടകടി ഇതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ അട്ടക്കടി വേണോ? നിന്റെ വൃത്തികെട്ട രക്തമൊക്കെ പൊക്കോളും. എന്റെ എല്ലാം ഗുഡാണ് ബ്ലഡ്. ഇതാണ് നമുക്ക് തന്നേക്കുന്ന റൂം. മുകളിലുണ്ട്, അടിയിലുണ്ട്. 5 പേര് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കിടക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ബെഡ് സ്പേസ് അത്യാവശ്യം ഉഷാറാണ്. അപ്പൊ നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാം. ചോക്ലേറ്റിന് തുടങ്ങാം. ചെലവ് ചുരുക്കലാണ് ഞങ്ങളുടെ പരിപാടി. ഫുഡൊന്നും നാളെ ഉച്ചക്ക് ആ ചോക്ലേറ്റ് അധികം തിന്നണ്ട കേട്ടോ, വയററി. നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? വേണ്ടായിരുന്നു. എവിടെ പോയി കഴുത പറ്റിച്ചടാ. പറ്റിച്ചതല്ല, പറ്റിച്ച്. ഗൈസ് അങ്ങനെ ചിക്കൻ ബിരിയാണി കഴിക്കാണ്. സത്യം പറഞ്ഞു പോയി, വ്ലോഗിന്റെ ദിവസം മറന്നുപോയി. നല്ല ഉറക്കത്തിലായിരുന്നു, ആകെ ടയർഡായി വണ്ടിയെ കുടിച്ചിട്ട്. മൈക്കിളിൽ കയറി ഇരിക്കലായിരുന്നു. കണ്ടത് 5 പേരാ, 4 പേരുള്ളൂല. ഞാൻ എന്നോട് തന്നെ ചോദിക്കോ? മൈക്കിളിൽ കയറിയാ ഇല്ല, കഴിഞ്ഞില്ലേ? അപ്പൊ ഗൈസ് നമ്മളിത് ഫുഡ് കഴിക്കാണ്. ഇവരൊക്കെ നല്ല കീറാണ്, നല്ല ഉറക്കത്തിലായിരുന്നു ഗൈസ്. ഇപ്പഴാണ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഷവർമ്മയാണ് എന്തിനാ? ചപ്പാത്തിയാ? ഓക്കെ ഓക്കെ ഫുഡ് കഴിക്കട്ടെ. ഗൈസ് അങ്ങനെ മോർണിംഗിൽ ഞാൻ ഒറ്റക്ക് കട്ടനൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് ഗൈസ്. ശോകം കട്ടൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ല, ശോകം. അവന്മാരെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പം 11 മണിക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് എത്തിയിട്ട് വേണം. അതിനു മുന്നേ നമുക്കൊരു ചായയും കുടിച്ച് ചുണ്ടൊക്കെ ഡ്രൈ ആയി. ചായയും കുടിച്ച് കുളിച്ച് റെഡിയായിട്ട് പോണം. ചായ കുടിക്കട്ടെ. അങ്ങനെ ക്ലൈമറ്റ് ഓക്കെ ഉണ്ടോ? ഉണ്ടോ? ശരി ഗൈസ്, ചായ കുടിക്കട്ടെ. അവന്മാരൊക്കെ വരട്ടെ, എന്നിട്ട് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം. ഏത് അങ്ങോട്ട് കൊണ്ടുവന്നാ? അങ്ങോട്ട് കൊണ്ടുവന്നാ? അവിടെ പോയാ എവിടെ 2 കിലോമീറ്റർ അപ്പുറം ചുട്ടുമണി ആ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ചേച്ചിയുടെ ചേട്ടനും ഞങ്ങൾ ATM അടുത്തൊക്കെ പോയത്. കടയില
ഓക്കെയാണ്. എങ്ങടാ പോണേ? ഡോഗ് എങ്ങനെയുണ്ട് ബ്രോ? സൂപ്പർ ഡോഗ്. കണ്ണിപ്പീളം അവര് മാറിയിട്ടില്ല. എന്റെ പൊൻറാസിക്ക് ഉറക്കത്ത് ജനിച്ചു വന്നാണ്. പട്ടി പട്ടിന്ന് പറഞ്ഞു. സ്മൈൽ, ചിൻ അപ്പ്, മതി ഷോൾഡർ ഡൗൺ, റെഡ്. പഴയ ജയന്റെ പടത്തില് നിൽക്കണോണ്ട് അതാ ഇതും ഗ്ലാസ് ചാരിക്കും, ഗ്ലാസ് സൈഡ് ആയിരിക്കും, സൈഡ്. ഗായ്സ്, അപ്പൊ അങ്ങനെ ഞങ്ങള് വെക്കേറ്റ് ചെയ്തു. നേരെ ഞങ്ങള് പയ്യെ പറവൂർക്ക് എത്തും. കാണാൻ വല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ പോണ റൂട്ടിൽ തന്നെ അങ്ങനെ കയറി അറ്റൻഡ് ചെയ്തിട്ടേ പോവുള്ളൂ. മൂന്നാർ വന്നിട്ട് തള്ളു പറയരുത്. തള്ളല്ല, സീരിയസ് ആയിട്ട് അധികം ആരും എത്തിപ്പെടാത്തൊരു സ്ഥലമുണ്ട്. അത് ആർക്കും അറിയില്ല സത്യം പറഞ്ഞാല്. ഈ ഒരു വഴി കണ്ട, കാണുന്ന വഴി ഇതിൽ കൂടെ പോയി കഴിഞ്ഞാലേ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്. ഇതിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാല് നീ ആരായിട്ട് നമുക്ക് നമ്മുടെ ഈ കാറിന് പോകാൻ പറ്റില്ല. നമുക്ക് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഷഹബാസിന്റെ ഫോർച്യൂണറിന് വരുമ്പോ നമുക്ക് ആ വഴി പോവാം. കിട്ടില്ല വെള്ളച്ചാട്ടം. വേറൊരു ഫ്രണ്ട്സ് ആയിട്ട് വന്നാണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ കൂട്ടുകാരന്മാര്. എടാ അത് അത്യാവശ്യ സാഹചര്യത്തിൽ വരേണ്ടി വന്നാണ്. ഇതെല്ലാം അറിയണോ? ഫേക്ക് ഫ്രണ്ട്സ് ഒരുപാടുണ്ടാവും. ഞങ്ങളൊക്കെ ഇത്രയും എന്താ കൂട്ടുകാരന്മാർക്ക് വേണ്ടി ഇത്ര ഇതിട്ടിട്ട് അവൻ ഒറ്റക്കൊക്കെ പോണ്, വേറെ ഫ്രണ്ട്സ് ആയിട്ട് പോണ്. ഇപ്പൊ ഇങ്ങനെ പോകുമ്പോഴാണ് പറയണത് ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, അവളായിട്ട് പോയിട്ടുണ്ട്. അല്ല, അവളായിട്ട് പോയിട്ടുണ്ടാ? അവനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കൊറേ നാളായി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. ഒരാളും കൂടി ഉണ്ടായിരുന്നു ഇതില്. അല്ല, പക്ഷെ അത് വേറെ കഥ പറയും. ആള് വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. ഞാൻ ആശിക്ക് വിളിച്ചില്ലേ? അപ്പൊ ഓടിച്ചതല്ല, നമ്മോടിച്ച്. റീടേക്ക് ചെയ്യാൻ പറ്റുമോ? ടീ ഫാക്ടറിയിലോട്ട് എത്തിയിട്ടുണ്ട്. ക്യൂവില് വേണ്ടി നിക്കാൻ പോകുന്ന അപ്പല്ലേ നിക്കോലേ? ആശിക്ക് എന്തുകൊണ്ട് പിന്മാറി ക്യൂവിൽ നിന്നിട്ട്? പുതിയ ഷൂ ആണ്. ഷൂ ഒന്ന് കണ്ടിട്ട് അഡിഡാസ്. അപ്പൊ അത് ചെളിയാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പുതിയ ഷൂ വാങ്ങിയത് കൊടുത്താ മതി, വെറുതെ കൊടുത്താ മതി. ക്യൂ നിൽക്കാൻ പറ്റൂല. അവിടുത്തെ ചവിട്ടി എല്ലാവരും ചവിട്ടി കൂട്ടും. 5 നമുക്കുള്ളതാണ്. 5 നമുക്കുള്ളതാണ്. ബ്ലോഗർ ഇവിടെ ക്യാമറ തന്നിട്ട് പോയേക്കാണ്. കുറച്ച് ബിസിനസ് കോൾസുകളായിട്ട്. എന്താണ് എടുത്തടാ? ഷുഗർ ഇട്. How many? 1. Okay. 1 more. വെറുതെ കിട്ടുന്ന മലയാളം വെറുതെ കളയാറില്ലല്ലോ. ഇതിങ്ങനെ കളിക്കാൻ മതി വെറുതെ. വെറുതെ കളിക്കണോ?
നമുക്ക് ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ ചോദിച്ചറിയാം. അപ്പല്ലേ എങ്ങനെയുണ്ട് ചായ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. സിബി ചായ ഇപ്പം എങ്ങനെയുണ്ട്? വ്ളോഗർ മിസ്റ്റർ റാസിക് ചായ എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി, കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടായി, നല്ല രസമുണ്ട്. ക്യാമറ വന്നു കഴിയുമ്പോ മോനെ റാസിക്കിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറും. ഗൈസ് നമ്മളപ്പോ കാറിന്റെ അങ്ങോട്ട് പോയാണ്. ഇവിടുത്തെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞോ കുഞ്ഞിച്ചക്കനാണോ? ആ വണ്ടി എവിടെ നിന്നിട്ട്? ഗൈസ് അങ്ങനെ നമ്മള് ചോളും അച്ചാറ് ഉപ്പിലിട്ട ഐറ്റംസ് മേടിക്കാൻ പോണേ ഗൈസ്. ഇവിടെ വന്നിട്ട് ഇതില്ലാണ്ട് എന്തല്ലേ? നമുക്ക് മൂന്നാറെന്നാലും നമ്മൾ ആദ്യം കഴിക്കേണ്ട സാധനങ്ങൾ ഒന്ന് പൈനാപ്പിളിൽ ഇങ്ങനെ ഇട്ടതും പിന്നെ മാങ്ങയിൽ ഇട്ടത് കഴിക്കണം. അതായത് ചോളം അതിൻ്റെ ഒപ്പം തന്നെ കഴിക്കേണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് കയ്യിലേക്ക് കിട്ടിയ സാധനം. ചോളം കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവന്മാരെ കൊണ്ട് കൊടുക്കും. ഇതല്ലേ ഹലോ, എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ടേസ്റ്റ് ഉണ്ട്. പൈനാപ്പിളൊന്നുമില്ല. പകുതി തരോ? ഇല്ലടാ, പകുതിയാ. കാലല്ലോ വെച്ച പകുതിയല്ലോ വെച്ച. മലയണ്ണാൻ ഹായ്, എവിടെ പോവുക? എടുത്തുകൊണ്ട് പോയാലാ? ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. റാസിക്ക് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം. നല്ല കോടയാണ്, നല്ല തണുപ്പുണ്ട്, നല്ല പൊടിയുമുണ്ട് പുറത്ത്. ഒരു ശിലാത്ത പൊടിയാ മക്കളെ. കേട്ടിട്ടേക്കാം. ആദ്യം ഒന്ന് പോയി നോക്കിട്ട് വരാം. മിണ്ടാണ്ടും പറയാണ്ട് പോയിക്കണ്. എല്ലാ സെയിം തന്നെ, എല്ലാ കടയിലും സെയിം റേറ്റ് തന്നെ, എല്ലാ സെയിം തന്നെ. ചോക്ലേറ്റാ അപ്പുറത്തോട്ട് വീട്ടുകാർക്ക് അതിന് വാങ്ങിച്ചു കൊടുക്കാൻ ഇതോ നല്ലതായിരിക്കും. പക്ഷേ ഇതൊരെണ്ണം കൂടി എടുത്തോട്ടാ. ആ അത് സെപ്പറേറ്റ് ആയിരിക്കും. രണ്ടും കൂടി എനിക്കിങ്ങനെ ഒരെണ്ണുള്ളല്ലേ. നല്ല പൂക്കള സാധനമായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോ ഞാൻ ഒരാളെ മിസ് ചെയ്യുന്നു. ആരാണ്? കാമുക്കി ഇതാ. ഹലോ ഗൈസ്. നല്ല ഉപ്പും മുളകും മാങ്ങയും. ഇന്ന് ഇങ്ങനെ തിന്ന് പോയി കഴിഞ്ഞാൽ 8ന്റെ പണികളൊക്കെ കിട്ടും. ആള് ടെൻഷനിലാണ് ആള്.
വട കഴിക്കുന്ന ആശി. ഇവിടെ മേടിക്കുന്ന ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാ അവിടത്തെ ആ തണുപ്പിന്നൊക്കെ മാറിക്കഴിഞ്ഞപ്പോ ശോകം ഭയങ്കര ചൂട്. അപ്പൊ തണുപ്പായിരുന്നു ശോകം, ഇപ്പൊ ചൂടായി ശോകം. ചൂടായ ശോകം. അപ്പൊ ഒരു ഐസ്ക്രീം കയറ്റാന്ന് വിചാരിച്ചു. തൊണ്ടക്കൊക്കെ എന്ത് സുഖമാണെന്നാ. അവിടെ അങ്ങനെ നിന്നാ മതിയായിരുന്നു. രാത്രിയിലിപ്പോ അങ്ങനെയൊക്കെ തോന്നും. അവിടെ നിന്നാ മതിയായിരുന്നൊക്കെ. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം ഉഷാറായിരുന്നു. ഉഷാറല്ലേ? നോക്കിയല്ലായിരുന്നു? ഓക്കെയായിരുന്നു. ചാർജായിട്ട് ഇതാണ് ഞങ്ങൾ പണ്ടാറങ്ങി. അപ്പൊ ഇങ്ങനെ പരിപാടികളൊക്കെ ഓക്കെയാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് എയർ അടിക്കാനായിട്ട് കൊണ്ടുവന്നേക്കാണ്. അപ്പോ പരിപാടി ഇവിടെ തീരെയാണ്. അപ്പൊ ശരി.